ഹലോ ഗൈസ്, അപ്പോൾ ഇതാ വൈകുന്നേരം ഞങ്ങൾ പുറത്തുനിന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഏട്ടൻ വെറൈറ്റി ചായ വാങ്ങിത്തരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോകാനുള്ള ഒരുക്കത്തിലാട്ടോ. ഈ പാറക്കുട്ടി ഇതാ മേക്കപ്പ് സെറ്റൊക്കെ എടുത്ത് തന്നിട്ട് ഒരുങ്ങുന്നുണ്ട്. അങ്ങനെ ഞാനും മുടിയൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ട്. ആ മുടിയൊക്കെ നന്നായി ഡാമേജ് ആയിട്ടുണ്ടോ ഒക്കെ ഒന്ന് റെഡി ആക്കാൻ കേട്ടോ. ആദ്യക്കുട്ടി ഭയങ്കര ഹാപ്പിയിലാണ്. എന്താണെന്നറിയില്ല, ഭയങ്കര പുറത്ത് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയിലാട്ടോ. നേരത്തെ അച്ഛൻ പോയപ്പോൾ കൊണ്ടുപോയിട്ടില്ലായിരുന്നു, അപ്പോൾ അതിൻ്റെതായ സങ്കടത്തിലായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി കിട്ടി. പിന്നെ അത് ഭയങ്കര ഹാപ്പിയിലാട്ടോ ഞങ്ങൾ. അപ്പോൾ അതാ പാറക്കുട്ടി എന്താണെന്നറിയില്ല, എന്തോ ചിന്തിച്ച് കൂട്ടുന്നുണ്ട്. ചിന്താവിഷ്ടയായ ശ്യാമളനെ പോലെ എന്തോ ചിന്തിച്ച് കൂട്ടിക്കൊണ്ടിരിക്കട്ടോ. അങ്ങനെ അവൾ നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. അവൾ പൊട്ടും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല, മേക്കപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ അതേപോലെ ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട്, ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല, അപ്പോൾ അതിൻ്റെതായ ഉറക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ആദ്യക്കുട്ടൻ ഇപ്പോൾ കരച്ചിലും കാര്യങ്ങളൊന്നും ഇല്ല, ആദ്യം ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അങ്ങനെ ചെറിയൊരു കഫേക്കായിട്ട് ഞങ്ങൾ കൊണ്ടുപോയത്. വെറൈറ്റി ചായകളുണ്ട് അവിടെ ഉണ്ടാക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു കടയിൽ ഞാൻ കയറിയിട്ടില്ല. നല്ലൊരു ആംബിയൻസിൽ നല്ലൊരു കടയായിരുന്നു കേട്ടോ. നല്ലൊരു വെറൈറ്റി, കാണുമ്പോൾ തന്നെ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല പോസിറ്റീവ് എനർജി കിട്ടുന്ന നല്ലൊരു കടയായിരുന്നു. അപ്പോൾ അവിടെ ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ പല വിധത്തിലുള്ള ചായകളിലിട്ട് അവിടെ ഓരോ ചായകളുടെ പേരും പറയുമ്പോഴും എന്താ പറയുക, എനിക്ക് മനസ്സിലെത്തിയിട്ടും ഞാൻ ഇതുവരെയായിട്ടും ഇങ്ങനെ കഴിച്ചിട്ടില്ല. സാധാരണ നോർമൽ ചായ അല്ലാതെ വേറൊരു ചായ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടായിട്ട് കഴിക്കാൻ പോണത്, എന്താണെന്നറിയില്ല, ടേസ്റ്റ് ഉണ്ടോ എന്തോന്നറിയില്ല. അപ്പോൾ നമുക്കത് കഴിച്ച് നോക്കാം. അങ്ങനെ ചായ എത്തിയിട്ടുണ്ട്. ഏട്ടൻ വയനാടൻ ടീയും അതുപോലെ ഞാൻ ജിഞ്ചർ ടീ കേട്ടോ. അത് നല്ല ജിഞ്ചർ ടീ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതേപോലെ വയനാടൻ ചായ ഏട്ടനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ട് ചായ നല്ല അടിപൊളിയായിരുന്നു. ആദ്യക്കൂട്ടതാ ഇത് എന്താ സാധനം എനിക്ക് അറിയില്ല. ഒരു എന്താ പറയുക, ചിക്കനൊക്കെ ഇട്ടിട്ടുള്ളൊരു സോയാ സോസൊക്കെ ഒഴിച്ചിട്ടുള്ള, ടൊമാറ്റോ എന്തൊക്കെയോ ഒഴിച്ചിട്ടുള്ളൊരു സോസും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു വെറൈറ്റി സാധനം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആർക്കും ഡാൻസ് കളിച്ചവർക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡാൻസ് കളിച്ചിട്ട് ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ആ സാധനം ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചായയും. അങ്ങനെ ഞങ്ങൾ കൈയൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യക്കൂട്ടം വെള്ളം കണ്ടാൽ പിന്നെ നിൽക്കില്ല, അതുകൊണ്ട് ഞങ്ങൾ വേഗം അവിടെ നിന്ന് തന്നെ വിട്ടിട്ടോ. അവന് ചെറിയൊരു കരച്ചിൽ കരഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളത്തിന്. അപ്പോൾ അവിടെ നിന്ന് അപ്പം തന്നെ വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ പുറത്തൊക്കെ ഇങ്ങനെ ഒന്ന് കറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രാത്രി പോണത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, സന്തോഷം സമാധാനം കിട്ടും. രാത്രി പോണത് ഒരു വേറൊരു വൈബല്ലേ. രാവിലെ പോണേക്കാളും ഒരു രാത്രി ഭയങ്കര കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം ഞാനും ഏട്ടൻ സംസാരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പാട്ട് കൊണ്ട് ചില സമയത്ത് പാറക്കുട്ടിക്ക് സിനിമ വേണമെന്ന് പറഞ്ഞ് സിനിമ ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാട്ടും പാടിയതാ, സിനിമ ഒക്കെ കേട്ടതാ. ആദ്യം ഭയങ്കര ഡാൻസായിരുന്നു, പാറു ഭയങ്കര ഡാൻസായിരുന്നു. അങ്ങനെ രണ്ടുപേരും ഡാൻസൊക്കെ കണ്ടതാ. ഇവിടെ ഞങ്ങൾ ചെസ്റ്റ് കുടുങ്ങിയിട്ടുണ്ടായിരുന്നു, കുറേ നേരം ഞങ്ങൾ ബ്ലോക്കായി കിടന്നു. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇവിടെ സമയം ചിലവായിട്ടോ. പിന്നെ എനിക്ക് ഉപ്പിലിട്ട് തിന്നാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഏട്ടൻ ഉപ്പിലിട്ട് തിരഞ്ഞ് നടക്കുക കേട്ടോ. എന്താണെന്നല്ല, പുറത്ത് എവിടെ പോവുകയാണെങ്കിലും എനിക്ക് ഉപ്പിലിട്ടത് നിർബന്ധമാണ്. എന്താണെന്നറിയില്ല, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ ഏട്ടൻ ഉപ്പിലിട്ടൊക്കെ വാങ്ങി തന്നു. കുട്ടികൾക്ക് പോപ്കോണും വാങ്ങിക്കൊടുത്തിട്ടോ. ഞാൻ ഉപ്പിലിട്ടത് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. വണ്ടി ഒന്ന് സൈഡാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ കഴിക്കണം എനിക്ക് ഭയങ്കര അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഒന്ന് സൈഡാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ചു. നല്ല മുളകും ഉണ്ടായിരുന്നു, ഉപ്പിലിട്ട നല്ല മുളകും, അതേപോലെ മാങ്ങ ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ്, നല്ല എരിവും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബായ്.